അടുത്ത ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ മുതൽ സിങ്ക് വരെ ആ 30 എണ്ണം. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, സിങ്കിന്റെ 30 ആണ്. ആ 30 എണ്ണം, ആദ്യത്തെ 30 എണ്ണത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ചെയ്യണം. സോ അപ്പം ഹൈഡ്രജൻ മുതൽ സിങ്ക് വരെയുള്ള എലമെന്റ്സിന്റെ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാം. സോ നോക്കിയാ ഹൈഡ്രജൻ 1. അപ്പൊ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യാം, 1sലേക്കാണ് പോവുക. 1s ഫിൽ ചെയ്തിട്ടാണ് 2s ഫിൽ ചെയ്തിട്ടാണ് 2p ഫിൽ ചെയ്തിട്ടാണ് 3s ഫിൽ ചെയ്തിട്ടാണ് 3p, then 4s and last 3p. ഇവിടെ നമ്മോട്ട് കമ്പനി ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും മതി. സോ നമ്മൾ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ആണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ 1s ചെയ്യും. 1s ന്റെ മീനിങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഷെല്ലിലെ s എന്ന സബ്ഷെൽ. സോ ഓട്ടോമാറ്റിക്കലി ഇതിൽ ഒരു ഇലക്ട്രോൺ s-ലാണ് റിവോൾവ് ചെയ്യുക. അപ്പം ഇതിൽ ഒരു ഇലക്ട്രോൺ s-ലാണ് റിവോൾവ് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ എത്ര ഇലക്ട്രോൺസുകൾ അതിൽ റിവോൾവ് ചെയ്യുന്നുണ്ട് അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക. ദാറ്റ് മീൻസ് സബ്ഷെല്ലുകളുടെ മേലെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ഇലക്ട്രോൺ എഴുതും, അപ്പൊ അത് 1s1. അപ്പൊ ഹൈഡ്രജൻ കണ്ടെയ്ൻ ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ ആണ്. ആ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, s എന്ന സബ്ഷെൽ എന്ത് ചെയ്യും, കറങ്ങുന്നതാണ്. അപ്പൊ 1s1. അപ്പൊ ഈ 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഷെല്ലിനെയാണ്, s എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്, സബ്ഷെല്ലിനെയാണ്. ഈ 1 റെപ്രസെന്റ് ചെയ്യുന്നത് മേലെയുള്ള ഈ 1 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ഹീലിയം എടുക്കാം. ഹീലിയം 2 നോക്കുക. ഹീലിയം കണ്ടെയ്ൻ ചെയ്യുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, 1s മാക്സിമം 2 ഇലക്ട്രോൺ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1s2. ഇനി അടുത്ത സബ്ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം s മാക്സിമം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഹീലിയം 2 ഇലക്ട്രോൺസ് ആണ്. ആ 2 ഇലക്ട്രോൺസും s-ൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പൊ ഇതിന്റെ മീനിങ് 1, that means first shell, s എന്ന സബ്ഷെൽ. that means k എന്ന ഷെല്ലിലെ s എന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് കറങ്ങി നടക്കുന്നു. ഇതാണ് 1s2. ഇനി അടുത്ത ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. that means 3 ഇലക്ട്രോൺസ് ഉണ്ട് എന്തില്, 3 ഇലക്ട്രോൺസ് ലിഥിയം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ 1s2 മാക്സിമം 2 ഇലക്ട്രോൺസ് പോയി. that means ലിഥിയത്തിന്റെ കയ്യിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 1s2. ഇനിയില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രോൺസ് കൂടി ഫിൽ ചെയ്യാറുണ്ട്. 2 ഇവിടെ പോയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ബാലൻസ് ആണ്. അത് അടുത്തതിലേക്ക് ജമ്പ് ചെയ്യും. 1s കഴിഞ്ഞാൽ എവിടേക്ക് പോകണം, 2s-ലേക്ക് പോകണം. സോ 1s 2s. s എത്ര വരും, 1s2 2s1. ലിഥിയം 3 അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1. ഇനി അടുത്ത ബെറിലിയം, ബെറിലിയം കണ്ടെയ്ൻ ചെയ്യുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഷെൽ കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. നമ്മൾ ആദ്യം 1s ഫിൽ ചെയ്യും, 1s2. then എന്തിലേക്ക് പോകും, 2s2. അപ്പം 2 4 ഇലക്ട്രോൺ ആയി, അത് ഫുൾ ആയി. that means 1s2 2s2. ബെറിലിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. ഇനി അടുത്ത ബെറിലിയം കഴിഞ്ഞാൽ അഞ്ചാമത്തെ ബോറോൺ ആണ്. ബി റെപ്രസെന്റ് ചെയ്യുന്നത് ബോറോൺ. അപ്പൊ ബോറോണിന്റെ കയ്യിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ആദ്യം 1s2 പോകും, 1s2 ഫിൽ ചെയ്ത് then after എന്തിലേക്ക് പോകും, 2s2-ലേക്ക് പോകും. ക്ലിയർ ആയല്ലോ. 1s2 ഫിൽ ചെയ്തു, then after 2s2 ഫിൽ ചെയ്തു. ഇനി അടുത്ത എന്താ ഉള്ളത്, 1s ഫിൽ ചെയ്തു. s-ലൊക്കെ മാക്സിമം എത്ര ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ്. s എന്ന സബ്ഷെൽ എവിടെ കണ്ടെയ്ൻ ചെയ്യുന്നത്, 1s ആയാലും 2s ആയാലും 3s ആയാലും 4s ആയാലും അത് കണ്ടെയ്ൻ ചെയ്ത് 2 ഇലക്ട്രോൺസ്. p അത് 2p ആയാലും 3p ആയാലും 4p ആയാലും p കണ്ടെയ്ൻ ചെയ്യുന്നത് 6 ഇലക്ട്രോൺസ്. then d 3d ആയാലും 4d ആയാലും എവിടെ d കണ്ടാലും മാക്സിമം 10 ഇലക്ട്രോൺസ്.
then F നെ നമുക്ക് പഠിക്കാനായിട്ട് F ൽ maximum 14 electrons contain ചെയ്യും. So നോക്കുക boron 5 ആണ് 1s2, then 2s2. ഇനി അതിലേക്ക് ജമ്പ് ചെയ്യും 1s fill ചെയ്തു 2s fill ചെയ്തു, then after അതിലേക്ക് ജമ്പ് ചെയ്യും 2p ലേക്ക് ജമ്പ് ചെയ്യും, that means 2p1. ക്ലിയർ ആണല്ലോ? 1s2 2s2 2p1. ഇനി അടുത്ത boron കഴിഞ്ഞാൽ കാർബൺ 6, boron കഴിഞ്ഞാൽ കാർബൺ 6. അപ്പോൾ കാർബൺ എങ്ങനെ വരും? 1s2 then 2s2 the last one is 2p2 വരും 2p2. അപ്പോൾ p ലെ maximum 6 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 1s2 2s2 2p2. that means കാർബൺ എന്നുള്ള ആറ്റത്തിന്റെ കാർബൺ 6 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 1s2 2s2 2p2. നൈട്രജൻ 7 ഇലക്ട്രോൺസ് ആണ് നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ നൈട്രജൻ 7 ഇലക്ട്രോൺസിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ 8 ഇലക്ട്രോൺസ് 1s2 അപ്പോൾ 1s ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 2s2 1s ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 2s 1s2 2s2. then അടുത്ത എന്ത് ചെയ്യും? 2p എത്ര വരും? 2 4 ഇലക്ട്രോൺസ് ഓൾറെഡി ഇവിടെ ആയി, ബാക്കി 3 2p3. ഇനി അടുത്തത് ചെയ്യാത്തത് നൈട്രജൻ കഴിഞ്ഞാൽ ഓക്സിജൻ 8. ഓക്സിജൻ എങ്ങനെ വരും? ഇനി നിങ്ങൾക്ക് ഒരു ഓക്സിജൻ 8 1s2 2s2 2p4. ഈ പാറ്റേൺ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഓക്സിജൻ 8 1s2 2s2 2p4. ഇനി ഓക്സിജൻ കഴിഞ്ഞ് ഫ്ലോറിൻ 9. അപ്പം ഫ്ലോറിൻ കണ്ടെയ്ൻ ചെയ്യുന്നത് 9 ഇലക്ട്രോൺസ് ആണ്. സോ 1s2 2s2 2p5. അറിയാലോ ഈ 1 റെപ്രസെന്റ് ചെയ്യുന്ന ഷെല്ലിനാണ്, ഈ 2 റെപ്രസെന്റ് ചെയ്യുന്ന ഷെല്ലിനാണ്, ഈ 2നും റെപ്രസെന്റ് ചെയ്യുന്നത് ഷെല്ലാണ്, s റെപ്രസെന്റ് ചെയ്യുന്നത് സബ് ഷെല്ലാണ്, ഇതും സബ് ഷെല്ലാണ്. ഈ 2 2 5 എന്ന് പറയുന്നത് അതൊക്കെ മേലെയുള്ള സംഖ്യകൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യും. സോ ഫ്ലോറിൻ 1s2 2s2 2p5. the next one ഫ്ലോറിൻ കഴിഞ്ഞാൽ നിയോൺ ആണ്. അപ്പോൾ നിയോൺ 10 ഇലക്ട്രോൺസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2 2s2 2p6. അപ്പോൾ നിയോൺ 1s2 2s2 2p6 എന്ന് വെച്ചാൽ p യിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്. ദാറ്റ് മീൻസ് 1s നമ്മൾ ഫിൽ ചെയ്തു, 2s ഫിൽ ചെയ്തു, 2p യിൽ മാക്സിമം ആയി. 2p യിൽ മാക്സിമം ആയി അടുത്തതിലേക്ക് ജമ്പ് ചെയ്യണം, 3s ലേക്ക് ജമ്പ് ചെയ്യാം. സോ നമ്മൾ നിയോൺ കഴിഞ്ഞാൽ we call സോഡിയം. അടുത്ത സോഡിയം Na എന്ന് പറഞ്ഞാൽ സോഡിയം ആണ്. അപ്പം Na എത്ര ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? 11 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അറ്റോമിക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ 1s2 2s2 2p6 കഴിഞ്ഞാൽ 2p മാക്സിമം ആയി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് ജമ്പ് ചെയ്യണം, 3s ലേക്ക് ജമ്പ് ചെയ്യണം. 2p മാക്സിമം ആയി കഴിഞ്ഞാൽ അടുത്ത ജമ്പ് ചെയ്യേണ്ടത് 3s ലേക്കാണ്. അപ്പോൾ 3s 3s1 ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത സോഡിയം കഴിഞ്ഞാൽ we are going to the next one, that means Mg magnesium. Mg 12 ആണ്. അപ്പോൾ 12 ഇലക്ട്രോൺസ് ആണ് ആര് കണ്ടെയ്ൻ ചെയ്യുന്നത്? Mg കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പം Mg യിൽ 12 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി എങ്ങനെ വരും? 1s2 then അടുത്ത 2s2 then 2p6 and 3s2. ക്ലിയർ ആണല്ലോ? 2 2 4 10 12. അപ്പം Mg 1s2 2s2 2p6 3s2. ഇനി അടുത്തത് അലൂമിനിയം 30 Al. അലൂമിനിയം 30
അപ്പോൾ അലൂമിനിയം 13 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ 1s ഫിൽ ചെയ്തു, then after 2s ഫിൽ ചെയ്തു, then 2p ഫിൽ ചെയ്തു, 3s ഫിൽ ചെയ്തു. ഇനി അടുത്തതിലേക്ക് ജമ്പ് ചെയ്യണം, 3pയിലേക്ക് ജമ്പ് ചെയ്യണം. സോ അലൂമിനിയം കണ്ടെയ്ൻ 13 ഇലക്ട്രോൺസ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, subshell electronic configuration 1s2, 1s2, then 2s2, 2s2, then 2p6, 2p6, then 3s2, 3s2, 3s2 കഴിഞ്ഞ അടുത്തതിലേക്ക് എന്ത് ചെയ്യണം, 3p, 3p, 3p എത്ര, 3p എത്ര വരും, 12 1 ഒരു ഇലക്ട്രോൺ, 3p1. അപ്പോൾ അലൂമിനിയം കഴിഞ്ഞാൽ അടുത്തത് സിലിക്കൺ ആണ്, Si. Si മീൻസ് സിലിക്കൺ. അപ്പോൾ സിലിക്കണിന്റെ സിമ്പിൾ ആണ് Si. സിലിക്കൺ കണ്ടെയ്ൻ ചെയ്യുന്നത് 14 ഇലക്ട്രോൺസ് ആണ്. സിലിക്കൺ കണ്ടെയ്ൻ ചെയ്യുന്നത് 14 ആണ്, 14 ഇലക്ട്രോൺസ്. സോ ഷെൽ കോൺഫിഗറേഷൻ, subshell configuration, 1s2, 2s2, 2p6, 3s2, then 3p എത്ര വരും, 2 2 4 6 10 12. അപ്പോൾ ഓട്ടോമാറ്റിക്കലി p യിൽ മാക്സിമം എത്രയും 2 ഇലക്ട്രോൺസ്. ഇവിടെയാണ് p യിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്. ഇവിടെ എത്ര വരും, 2 ഇലക്ട്രോൺസ് മതി. കാരണം 2 2 4 6 10 12 ബാക്കി 2. So silicon കഴിഞ്ഞാൽ we are going to the next one, that is phosphorus. The phosphorus contain 15 electrons. Phosphorus എന്നുള്ള ആ പർട്ടിക്കുലർ ആറ്റം എത്ര ഇലക്ട്രോൺസിനെ, 15 ഇലക്ട്രോൺസിനെ കണ്ടെയ്ൻ ചെയ്യുന്നു. So 1s2, 2s2, 2p6, 3s2, 3p എത്ര വരും, 3p3. ഏതാണല്ലോ 1s2, 2s2, 2p6, 3s2, 3p3. 2 2 4 10 12 3 15. The next one, sulfur. Sulfur 16 ആണ്. Sulfur 16 ആണ്. So automatically shell configuration, that means subshell electronic configuration 1s2, 2s2, 2p6, 3s2, 3p4. Clear ആണല്ലോ. അപ്പോൾ 2 2 4 10 12 16. Then sulfur കഴിഞ്ഞാൽ we are going to chlorine. Chlorine 17 electrons contain ചെയ്യുന്നു. Chlorine. അപ്പോൾ chlorine ഇതേമാതിരി എഴുതാം. എങ്ങനെ എഴുതാം, 1s2, 2s2, 2p6, 3s2, 3p5. And we have the next one, that is argon 18. Argon contains 18 electrons. So നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ subshell electronic configuration നമ്മൾ 1s2. അപ്പോൾ 1s2 കഴിഞ്ഞാൽ then 2s2, then 2s2 കഴിഞ്ഞാൽ 2p6, 2p6 കഴിഞ്ഞാൽ അടുത്തതിലേക്ക് നമ്മൾ 3s2, then അടുത്തത് 3s കഴിഞ്ഞാൽ 3p ലേക്ക്. അപ്പോൾ p യിലെ 3p6. അപ്പോൾ ഇതാണ് ആർഗന്റെ subshell electronic configuration. That means 1s2, 1s fill ചെയ്തു, then after 2s fill ചെയ്തു, then 2p fill ചെയ്തു, then 3s fill ചെയ്തു, the last one 3p6. അപ്പോൾ argon 8. അപ്പോൾ argon കഴിഞ്ഞ അടുത്തതാണ് ആരെന്ന് പറയുന്നത്, പൊട്ടാസ്യം 90. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3p6 fill ചെയ്തു, 3p6 വരെ fill ചെയ്തു. അപ്പോൾ 3p കഴിഞ്ഞാൽ നമ്മൾ fill ചെയ്യേണ്ടത് ഏതാണ്, 3s ലാണ്. 3p കഴിഞ്ഞാൽ നമ്മൾ fill ചെയ്യുന്നത് 4s ലാണ്. 3p കഴിഞ്ഞാൽ നമ്മൾ fill ചെയ്യുന്നത് 4s ലാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, 1s fill ചെയ്തു, then 2s fill ചെയ്തു, then 2p fill ചെയ്തു, then 3s fill ചെയ്തു, and last 3p fill ചെയ്തു. ഇനി നമ്മൾ fill ചെയ്യാൻ പോകുന്നത് 4s ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ന്യൂക്ലിയസിന് അടുത്ത് നിൽക്കുന്ന സബ്ഷെൽ ആണ് 1s എന്ന് പറയുന്നത്. അപ്പോൾ ആ 1s എന്ത് ചെയ്യാണ്, എനർജി കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. Then ഈ ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതോറും, ഡിസ്റ്റൻസ് കൂടുന്നതോറും അതിന്റെ എന്ത് ചെയ്യാണ്, എനർജി ഇൻക്രീസ് ചെയ്യാം. That means ന്യൂക്ലിയസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ സബ്ഷെല്ലുകൾക്ക് എന്താണ്, എനർജി കുറവാണ്. Then ന്യൂക്ലിയസിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ അതിന്റെ എനർജി ഇൻക്രീസ് ചെയ്യാം. സോ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്, പൊട്ടാസ്യം 90. നമ്മൾ എന്ത് ചെയ്യും, പൊട്ടാസ്യം 90 1s2,
1s2, then 2s2, 2s2, then 2p6, 2p6, 3s2, 3p6. ഇനി അടുത്ത 3p കഴിഞ്ഞ് എന്തിലേക്ക് ഫിൽ ചെയ്യണം? 4s ലേക്ക് ഫിൽ ചെയ്യണം. 4s ലേക്ക് ഫിൽ ചെയ്യണം. That means 4s1. 4s1. അപ്പോൾ പൊട്ടാസ്യത്തിന്റെ സബ്സ്റ്റൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നെക്സ്റ്റ് വൺ കാൽസ്യം Ca. കാൽസ്യം 20. കാൽസ്യം 20. കാൽസ്യം കണ്ടെയ്ൻ ചെയ്യുന്നത് 20 ഇലക്ട്രോൺസ് ആണ്. സോ അതിന്റെ സബ്സ്റ്റൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, last 4s2. കാൽസ്യം 4s2. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഇനി നമ്മൾ 21 to സിങ്ക്, ദാറ്റ് മീൻസ് 30 വരെ, 21 to സിങ്ക് വരെ. അപ്പം ഇനി നമ്മൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം നമ്മൾ എന്ത് ചെയ്യാണ്? 20, 21, 22, 23 അങ്ങ് 30 വരെ പോകും. അപ്പോൾ അവിടെ വരുന്ന പാറ്റേൺ നോക്കാം ചെയ്യും. സ്കാൻഡിയം സിംബൽ SC ആണ്. സ്കാൻഡിയം 21, സ്കാൻഡിയം 21. അപ്പോൾ അതിന്റെ സബ്സ്റ്റൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ 1s2, then 2s2, 2p6, 3s2, 3p6. 3p6 കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 4s എഴുതണം. 4s എഴുതിയിട്ടാണ് 3d. അപ്പോൾ ചെറിയൊരു മാറ്റം ഇവിടെ ചെയ്യാണ്. എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3p6 എഴുതി. 3p6 എഴുതിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇടും. 3p6 എഴുതി ചെറിയൊരു ലിറ്റിൽ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? 4s ലേക്ക് പോകാം. അപ്പോൾ 4s2, 4s2. Then turn to ഇതിലേക്ക് വരിക, 3d ലേക്ക് വരിക. 3d1, 3d1, 3d1. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3p6 കഴിഞ്ഞാൽ 4s2. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് 4s2. Then turn to 3d. വേറെ ഒന്നല്ല, ഈ മൂന്നാമത്തെ സ്റ്റെപ്പെല്ലാം ഒരുമിച്ച് ചെയ്തിരുന്നു. അത്രയേ ഉള്ളൂ, വേറെ വലിയ ചേഞ്ച് ഒന്നുമില്ല. ദാറ്റ് മീൻസ് 1s2 ഫിൽ ചെയ്തു, then 2s2 ഫിൽ ചെയ്തു, then 2p6 2p ഫിൽ ചെയ്തു, then 3s ഫിൽ ചെയ്തു, then 3p ഫിൽ ചെയ്തു. 3p കഴിഞ്ഞ് നമ്മൾ ഫിൽ ചെയ്തതാണ് 4s. ഒരു ഗ്യാപ്പ് എടുത്ത് 4s ഫിൽ ചെയ്തു, then turn to 3d. അപ്പോൾ ഇതാണ് ഇതിന്റെ സബ്സ്റ്റൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം തുടങ്ങി സിങ്ക് വരെ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ പോവുക. ദാറ്റ് മീൻസ് 3p ഫിൽ ചെയ്തതിനു ശേഷം നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ 4s ഫിൽ ചെയ്യും, then turn to 3d ലേക്ക് വരും. അപ്പോൾ നമ്മൾ 3p മാക്സിമം ഫിൽ ചെയ്തതിനു ശേഷം ഒരു ഗ്യാപ്പ് അവിടെ ഇടും. ആ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ 4s ഫിൽ ചെയ്യും. ആ 4s ഫിൽ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ 3d ലേക്ക് വരും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കാൻഡിയം കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ടൈറ്റാനിയം, Ti, ടൈറ്റാനിയം 22. നോക്കിയേ, ടൈറ്റാനിയം 22 ന്റെ സബ്സ്റ്റൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. 1s2, 2s2, 1s2, 2s2, 2p6, 2p6, 3s2, 3s2, 3p6. നോക്കിക്കോളെ, ഗ്യാപ്പ് 3p6 ആയിട്ട് ഗ്യാപ്പ് എടുത്ത് 4s2, 4s2. എത്രയായി? 2, 4, 10, 12, 18, 20. then എന്തിലേക്ക് വരണം? 3d ലേക്ക് വരണം. 3d2. ക്ലിയർ ആണല്ലോ? ടൈറ്റാനിയം 22, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d2. അപ്പോൾ എന്തിനാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒരുമിച്ച് ചെയ്യുന്നത്? അത്രയേ ഉള്ളൂ അതിന്. സോ 1s2, 2s2, 2p6, 3s2, 3p6, 4s2 and 3d2. ഇനി ടൈറ്റാനിയം കഴിഞ്ഞാൽ വനേഡിയം 20, വനേഡിയം 20, വനേഡിയം 23. നോക്കുക, 1s2, വനേഡിയം 23, 1s2, 2s2, 2p6, 3s2, 3p6, 3p6 ഗ്യാപ്പ് എടുത്ത് 4s2, then തിരിച്ച് 3d3, വനേഡിയം 20. അപ്പം വനേഡിയം. ഇനി വനേഡിയം കഴിഞ്ഞാൽ ആക്ച്വലി ക്രോമിയാണ്, Cr ക്രോമിയാണ് 24. സോ ഇത് നമ്മൾ തൽക്കാലം ഒന്ന് പോസ് ചെയ്യാണ്, അത് പിന്നെ ചെയ്യും. ക്രോമിയം 24. ഇനി അടുത്ത മാംഗനീസ് 25. ഇനി അടുത്തത് മാംഗനീസ്, Mn, മാംഗനീസ് 25.
അപ്പോൾ മാംഗനീസിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാൻ പോവാണ്. മാംഗനീസ് 25. സോ നമുക്ക് 1s2 then 2s2 2p6 3s2 3p6 and 4s2 then 3d 3d എത്ര വരും 2 4 10 12 18 20 d യിൽ 3d5 അപ്പോൾ മാംഗനീസ് 25 1s2 2s2 2p6 3s2 3p6 4s2 3d5. then അടുത്തത് മാംഗനീസ് കഴിഞ്ഞാൽ Fe means iron Fe26 നോക്കുക 1s2 2s2 2p6 3s2 3p6 ആയിട്ട് 4s2 then 3d6 2 4 10 12 18 20 26 and iron കഴിഞ്ഞാൽ the cobalt 27 cobalt 1s2 2s2 2p6 3s2 3p6 4s2 3d7 ഇനി cobalt കഴിഞ്ഞാൽ nickel 28 nickel 1s2 2s2 2p6 3s2 കഴിഞ്ഞാൽ 3p6 4s2 3d8 ഇനി നിക്കൽ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കോപ്പർ ആണ്. കോപ്പർ 29 ആ കോപ്പർ നമ്മൾ എന്ത് ചെയ്യാണ് മാറ്റി വെക്കുകയാണ്. കോപ്പറെ നമ്മൾ മാറ്റി വെക്കുകയാണ്. സോ നിക്കൽ 1s2 2s2 2p6 3s2 3p6 4s2 3d8. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. that means Zn zinc 30 30ാമത്തെ zinc 30. അപ്പോൾ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 1s2 2s2 2p6 3s2 3p6 4s2 then 3d10. ഇതാണ് സിങ്കിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ മുതൽ സിങ്ക് വരെ എല്ലാ എലമെന്റ്സിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ചെയ്തു. നമ്മൾ അതിൽ ക്രോമിയവും കോപ്പറും നമ്മൾ അവിടെ മാറ്റി വെച്ചു. അപ്പോൾ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ആണ് ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്രോമിയം 24 ഈ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ച പാറ്റേൺ ഇതുവരെ നമ്മൾ പഠിച്ച പാറ്റേണിൽ അതിന്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 then 3d4 ക്ലിയർ ആണല്ലോ. 2 4 10 12 18 20 24 ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചുള്ള പാറ്റേൺ. ഈ പാറ്റേൺ ഒരു ചേഞ്ച് വരിക. എന്താ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡി എന്ന സബ്ഷനിൽ ഡി മീൻസ് ഡിഫ്യൂഷൻ അതിന്റെ സിംപ്ലസ്റ്റ് ഫോം അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഡി എന്ന് പറയുന്നത്. സോ ഈ ഡി എന്ന സബ്ഷനിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഡി എന്ന സബ്ഷനിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഒരു സബ്ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺ കണ്ടെയ്ൻ ചെയ്ത് അത് സ്റ്റേബിൾ ആണ്. സോ ഡി എന്ന സബ്ഷെല്ലിൽ മാക്സിമം 10 ആയാൽ അത് സ്റ്റേബിൾ ആണ്. ഇനി 10ന്റെ പകുതി ദാറ്റ് മീൻസ് 5 ഇലക്ട്രോൺസ് ആയാൽ 5 ഇലക്ട്രോൺസ് അത് ഡി എന്ന സബ്ഷെല്ലിൽ കണ്ടെയ്ൻ ചെയ്താൽ അതും സ്റ്റേബിൾ ആണ്. ദാറ്റ് മീൻസ് ഡി എന്ന സബ്ഷെല്ലിൽ മാക്സിമം ഫിൽ ദാറ്റ് മീൻസ് ഫുള്ളി ഫിൽഡ് ദാറ്റ് മീൻസ് 8 ഇലക്ട്രോൺസ് ആയാലും then 5 ഇലക്ട്രോൺസ് പാർഷ്യലി ഫിൽ ആയാലും അതെന്താ സ്റ്റേബിൾ ആണ്.
സോ അതുകൊണ്ട് ഇവിടെ എന്തെയും ഈ ഒരു ആറ്റം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രോമിയം ആറ്റം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ ജമ്പിങ് നടത്തും. എങ്ങനെയാണ് ഇലക്ട്രോൺ ജമ്പിങ് നടത്തുക നോക്കിക്കോ, 3d4 ആണ്. നമ്മുടെ ഈ പാറ്റേൺ ഇങ്ങനെയാണ് 3d4 4s2. ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന സബ്സ്ട്രേറ്റ് കോൺഫിഗറേഷൻ. സോ 3d4 4s2. അപ്പോൾ ഇവിടെ ഈ ഒരു ഇലക്ട്രോൺ റീഅറേഞ്ച്മെന്റ് ആണ്. എങ്ങനെയാണ് ഇലക്ട്രോൺ റീഅറേഞ്ച്മെന്റും ഈ 4s നിന്ന് ആക്ച്വലി ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്താൽ എന്തായിട്ട് മാറും? 4s1 3d5 ആയിട്ട് മാറിയില്ലേ? 4s1 3d5 ആയിട്ട് മാറും. അങ്ങനെ 4s1 3d5 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് d എന്ന സബ്ഷനിൽ അതിന്റെ പകുതി ഇലക്ട്രോൺ ആയല്ലോ. അപ്പം പകുതി ഇലക്ട്രോൺസ് ആയി ഹാഫ് ഫീൽഡ് ആയി. ഈ ഹാഫ് ഫീൽഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആറ്റം എന്തായിട്ട് മാറും? സ്റ്റേബിൾ ആവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു d എന്ന സബ്ഷനിൽ മാക്സിമം ദാറ്റ് മീൻസ് ഫുള്ളി ഫിൽഡ് ആയാലും അതിന്റെ ഫുള്ളി ഫിൽഡ് ആയാലും പാർഷ്യൽ ദാറ്റ് മീൻസ് ഹാഫ് ഫിൽഡ് ആയാലും അപ്പോൾ d എന്ന സബ്ഷനിൽ ഫുള്ളി ഫിൽഡ് ആയാലും ഹാഫ് ഫിൽഡ് കഴിഞ്ഞാലും ഹാഫ് ഫിൽഡ് ആയാലും അത് സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇവിടെ ഇലക്ട്രോൺ റീഅറേഞ്ച്മെന്റ് നടത്തുന്നത്. ആ ഇലക്ട്രോൺ റീഅറേഞ്ച്മെന്റിന്റെ പാറ്റേൺ ആണ് 1s2 2s2 2p6 3s2 3p6 then 4s1 3d5. അപ്പോൾ ശരിയായ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ശരിയായ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 3p6 4s1 3d5. അപ്പോൾ ശരിയായ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s1 3d5. സോ ഇതാണ് ശരിയായ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ എക്സാമിന് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും. നിങ്ങളുടെ ചോദ്യം ഏതാണ് ഇതിൽ ശരിയായ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അപ്പോൾ നിങ്ങൾ പറയണം ഇതാണ് ശരിയായത്. പിന്നെ ചോദ്യം എന്തുകൊണ്ട് വൈ? അപ്പോൾ നിങ്ങൾ പറയണം d എന്ന സബ്ഷെൽ ഫുള്ളി ഫിൽഡ് ആയാലും ഹാഫ് ഫിൽഡ് ആയാലും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. ആ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തത് കൊണ്ടാണ് എന്ത് ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിയായത്. അപ്പോൾ d എന്ന സബ്ഷെൽ മാക്സിമം ഫുള്ളി ഫിൽഡ് ആയാലും ഹാഫ് ഫിൽഡ് ആയാലും അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. And next one copper 29. അപ്പോൾ copper 29 Cu29 copper 29 നമ്മൾ പഠിച്ച പാറ്റേൺ 1s2 2s2 2p6 3s2 3p6 copper 29 1s2 2s2 2p6 3s2 3p6. ഇനി അടുത്തത് 4s2 3d9 4s2 3d9. ഇവിടെ എന്തുണ്ട്? ഇലക്ട്രോൺസിനെ റീഅറേഞ്ച് ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്. കാരണം വെച്ചാൽ 4s2 3d9 അപ്പോൾ ഈ 9 ഇവിടുന്ന് റീഅറേഞ്ച് ചെയ്താൽ 10 ആവുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ആറ്റം എന്താവും? സ്റ്റേബിൾ ആവും. സോ ഇവിടെ ഇലക്ട്രോൺസിനെ റീഅറേഞ്ച് ചെയ്യാണ്. ഇലക്ട്രോൺസിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 4s1 3d10 ഇതാണ് കോപ്പറിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതാണ് കോപ്പറിന്റെ സബ്സ്. ഇപ്പം കോപ്പർ 29 1s2 2s2 2p6 3s2 3p6 4s2 3d9 അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് 1s2 2s2 2p6 3s2 3p6 4s1 3d10. അപ്പോൾ ഇതാണ് ശരിയായ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കോപ്പറിന്റെ ശരിയായ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്തുകൊണ്ട് ശരിയായി? d എന്ന സബ്ഷെൽ എന്തുകൊണ്ട് ശരിയായി? d എന്ന സബ്ഷെൽ മാക്സിമം 10 ഇലക്ട്രോൺ 10 ഇലക്ട്രോൺ ഓക്കർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതാണ് സ്റ്റേബിൾ ആയത്. സർ റൈറ്റ് വൺ.